രാധയുടെ മരണകഥ. രാധയില്ലാതെ കൃഷ്ണനില്ല, കൃഷ്ണനില്ലാതെ രാധയും. അവർ തങ്ങളുടെ ആത്മാവിലൂടെ സ്നേഹം പങ്കിട്ടതായി വിശ്വസിക്കപ്പെടുന്നു. അവളോടുള്ള അവൻ്റെ ഇഷ്ടം വളരെ സത്യവും അനശ്വരവുമായിരുന്നു. പക്ഷെ ഭഗവാൻ തൻ്റെ പ്രിയപ്പെട്ട രാധയെ വിവാഹം കഴിച്ചിട്ടില്ല. രേപാലി എന്ന ചെറിയ ഗ്രാമത്തിൽ വൃഷഭാനുവിനും കീർത്തി ദേവിക്കും മകളായി രാധ ജനിച്ചു. കൃഷ്ണൻ രാധയുമായി പ്രണയത്തിലാവുന്നത് കേവലം 8 വയസ്സ് മാത്രം ഉള്ളപ്പോഴാണ്. കൃഷ്ണൻ ജീവിതത്തിൽ മറ്റെന്തിനേക്കാളും രാധയെയും തൻ്റെ ഓടക്കുഴലിനുമാണ് സ്നേഹിച്ചിരുന്നത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് ഓടക്കുഴൽ എപ്പോഴും കൃഷ്ണൻ കൂടെ സൂക്ഷിച്ചിരുന്നത്. അക്കാലത്ത് മധുരയിലെ ക്രൂരനായ ഭരണാധികാരിയായിരുന്ന കംസനെ കൊല്ലുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ ലക്ഷ്യം. കൃഷ്ണൻ വൃന്ദാവനം വിട്ട് മധുരയിലേക്ക് കംസനെ വധിക്കുവാൻ പുറപ്പെട്ടതോടെ അവരുടെ വേർപിരിയലിൻ്റെ ആദ്യഘട്ടം ആരംഭിച്ചു. കംസനുമായുള്ള ഏറ്റുമുട്ടലിൽ കൃഷ്ണൻ വിജയിക്കുകയും മധുര രാജ്യത്തിൻ്റെ നിയന്ത്രണം തിരികെ പിടിക്കുകയും ചെയ്തു. കൃഷ്ണൻ വൃന്ദാവനം വിട്ട് മധുരയിലേക്ക് കംസനെ വധിക്കുവാൻ പുറപ്പെട്ടതോടെ അവരുടെ വേർപിരിയലിൻ്റെ ആദ്യഘട്ടം ആരംഭിച്ചു. കംസനെ കൊന്ന് മധുരയുടെ നിയന്ത്രണം തിരികെ നേടിയ ശേഷം ഭഗവാൻ കൃഷ്ണൻ രാധയ്ക്ക് ഒരു സന്ദേശം അയച്ചു, മധുരയിൽ തന്നോടൊപ്പം ചേരാൻ. എന്നാൽ രാധ അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥനയെ നിരസിച്ചു. പകരം കുടുംബത്തോടൊപ്പം താമസിക്കുവാൻ തീരുമാനിച്ചു. കുറച്ച് കാലങ്ങൾക്കു ശേഷം കൃഷ്ണനുമായി ഒന്നിക്കുവാനുള്ള ആന്തരിക വിളി ഉണ്ടായപ്പോൾ രാധ തിരികെ ദ്വാരകയിലെത്തി. അപ്പോൾ രുക്മിണിയും സത്യഭാമയുമായുള്ള കൃഷ്ണന്റെ വിവാഹത്തെക്കുറിച്ച് അവൾ കേട്ടു. പക്ഷെ അതറിഞ്ഞെങ്കിലും അവൾക്ക് സങ്കടം തോന്നിയില്ല. രാധയെ കണ്ടപ്പോൾ കൃഷ്ണൻ വളരെ സന്തോഷിച്ചു. രാധ കുറച്ചു ദിവസം കൊട്ടാരത്തിൽ താമസിച്ചു. അപ്പോഴെല്ലാം കൃഷ്ണൻ രാധയെ കാണാറുണ്ടായിരുന്നു. രാധ കൊട്ടാരത്തിൽ നിന്നും പോകുവാനായി തീരുമാനിച്ചു. കാരണം വേർപിരിയലും കാത്തിരിപ്പുമാണ് അവരുടെ പ്രണയത്തെ കൂടുതൽ തീവ്രമാക്കിയിരുന്നത്. അവളുടെ അവസാന നാളുകൾ പൂർണ്ണമായും ഏകാന്തത നിറഞ്ഞതായിരുന്നു. കൃഷ്ണൻ രാധയുടെ അടുത്തെത്തി. രാധ തന്നിൽ നിന്നും എന്തോ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് കൃഷ്ണന് മനസ്സിലായി. കൃഷ്ണൻ എത്ര ചോദിച്ചിട്ടും രാധ പറഞ്ഞില്ല. അവസാനം കൃഷ്ണന്റെ അഭ്യർത്ഥന പ്രകാരം അവൾ തന്റെ ആഗ്രഹം പ്രകടിപ്പിച്ചു. കൃഷ്ണൻ ഓടക്കുഴൽ വായിക്കുന്നത് കേൾക്കണമെന്നായിരുന്നു രാധയുടെ ആഗ്രഹം. കൃഷ്ണൻ തന്റെ പുല്ലാങ്കുഴലെടുത്ത് ശ്രുതി മധുരമായി വായിക്കുവാൻ തുടങ്ങി. അവൾ ആത്മീയമായി കൃഷ്ണനിൽ ലയിച്ചു. ഓടക്കുഴലിന്റെ ഈണം കേട്ടുകൊണ്ട് രാധ തന്റെ ശരീരം ഉപേക്ഷിച്ചു. രാധയുടെ മരണം സഹിക്കവയ്യാതെ കൃഷ്ണൻ ഓടക്കുഴൽ ഒടിക്കുകയും പിന്നീട് കൃഷ്ണൻ ഒരിക്കലും ഓടക്കുഴൽ വായിച്ചിട്ടുമില്ല. ലോകത്തിൽ പ്രണയത്തിന്റെ പര്യായം രാധയും കൃഷ്ണനുമാണ്. ജീവാത്മാവും അല്ലെങ്കിൽ പരമാത്മാവിൻ്റെയും കൂടിച്ചേരലുകളായാണ് ഇവരുടെ പ്രണയത്തെ കണക്കാക്കപ്പെടുന്നത്. ജീവിത അവസാനം വരെ കണ്ണനോടുള്ള പ്രണയം രാധ കാത്തു സൂക്ഷിച്ചു. ഇതുതന്നെയായിരുന്നു ഇവരുടെ ദിവ്യ പ്രണയത്തിന്റെ മഹത്വവും.